തൈ വിതരണം ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടില് നടാനായിട്ട് തന്നതാ. അപ്പൊ ഞാൻ നോക്കിട്ട് വീട്ടില് നടാനായിട്ട് എവിടെ നടാ, എനിക്ക് വലിയ നടണമെന്നുണ്ട്. പക്ഷെ എന്റെ അവിടെ ആകെ 2 സെന്റ് സ്ഥലമുള്ളൂ. അവിടെ എവിടെയിട്ട് നടാ? എടാ നിന്റെ വീട്ടിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. എന്തായാലും തൈ കളയാൻ പറ്റില്ല. നീ എന്തേലും ഇത് ഇതെന്നാ നീ നടുന്ന കേട്ടാ. അവൻ തന്നത് ഏതായാലും ഉപകാരമായി. കള്ളു കുടിക്കാൻ കയ്യിൽ 10 പൈസ ഇല്ല. ഇതാരെങ്കിലും കൊടുക്കുന്നു കള്ളു കുടിക്കാൻ. ചേട്ടാ നല്ല നാടൻ തൈ 100 രൂപ. നല്ല നാടൻ തൈ മേടിക്കാം. 1 മാസം കൊണ്ട് നല്ലോണം കായ ഉണ്ടാവും. ചേട്ടാ തൈ 100 രൂപ, തൈ 100 രൂപ, 100 രൂപ, 100 രൂപ, തൈ 100 രൂപ. 100 രൂപ നല്ല ഒരു കൊല്ലം കായ ഉണ്ടാവും. ചേട്ടാ നല്ല നാടൻ തൈ 100 രൂപ എന്നാൽ മതി. 100 രൂപ, 100 രൂപ, 100 രൂപ എന്നാൽ മതി. 100 രൂപ 1 കൊല്ലം കൊണ്ടുണ്ടല്ലോ നല്ല അടിപൊളി കായ ഉണ്ടാവും. 100 രൂപ, 100 രൂപ, 100 രൂപ എന്നാൽ മതി. 1 കൊല്ലം നല്ല കായ ഉണ്ടാവും. 100 രൂപ, 100 രൂപ നല്ല നാടൻ തൈ 100 രൂപ, 100 രൂപ. 1 കൊല്ലം കൊണ്ട് നല്ല കായ ഉണ്ടാവും. 100 രൂപ, 100 രൂപ. എത്രയാ? 100 രൂപയുള്ളോ? ഓ കാര്യം കുട്ടാലായി. ഒന്ന് ഒരു കുപ്പി കള്ളു കുടിക്കാം. അവരൊരു അവസ്ഥയെ. ഇതെങ്ങനെ തയ്യായിട്ട് ഇതെവിടെ കിട്ടിയേ? ഇല്ലേ അല്ല ഇത് ഞാൻ അവന് കൊടുത്ത തയ്യാണല്ല. അല്ലടാ ആ മറ്റേ സുന്ദരൻ തന്നതാണോ നിങ്ങൾക്ക് ഈ തൈ? അതെ 100 രൂപ. ഇത് ഈ തൈക്ക് അവൻ 100 രൂപ മനസ്സാ. റോഡിൽ നിൽക്കണ്ട അയാള്. എന്തിട്ട് കഷ്ടാന്ന് നോക്കി. അവൻ ഇത്ര വലിയ ചതിയാണോ ചെയ്തേ? കഷ്ടം കേട്ടാ. എന്താ ചെയ്യാ? എന്തായാലും തൈ നന്നായി നട്ടോളൂ, നനച്ചോളൂ കേട്ടാ, പരിപാലിച്ചോളൂ. നല്ല പരിസ്ഥിതി ഇതിനാണ് കേട്ടാ. എന്നാലും ഒരു നല്ല കാര്യത്തിന് കൊടുത്ത ഒരു സംഭവമാണ്. എന്നിട്ട് ആ പുള്ളിക്കാരൻ ചെയ്തൊരു പണി കണ്ട. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് കാരണന്മാർ പണ്ട് ഈ തൈകളും ഇതൊക്കെ നട്ട് വലിയൊരു മരങ്ങളായിട്ട് വന്നത്. അതിൻ്റെ തണലിലാണ് നമ്മൾ ഇന്നും സുരക്ഷിതരായിട്ട് ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ കാലം കഴിഞ്ഞാലും മറ്റു തലമുറയ്ക്കെങ്കിലും ജീവിക്കണ്ടേ, അതിനൊരു തണലൊരുക്കാം. ഒരു തൈ നാളെ